അസ്സലാമലൈക്കും. എന്തൊക്കെ മുത്തുമണികളെ, എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് കടി അപ്പമാണ് ഉണ്ടാക്കണത്. അപ്പോൾ അപ്പത്തിന് ഒരു ചെറുപയർ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഈ കറി ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊക്കെ ഒന്ന് പറ്റുമെന്ന് നോക്കിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. എന്നെയൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചെറുപയർ ഞാൻ കുക്കറിലാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. അതങ്ങനെ വേവിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിക്കുകയാണ്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞതും ഇട്ടുകൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തുകൊണ്ടോ. എന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിക്കുകയാണ്. പിന്നെ നമ്മളൊരു തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടേ പിന്നെ എനിക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുപയർ കറി ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് മസാല ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് മസാല, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളൊരു 3/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ, അതയക്കണം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടേ വേവിച്ച് ചെറുപയറിലെ മസാലയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതൊന്ന് അടച്ച് വെച്ചിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കുറച്ച് നേരം പിന്നെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെറുപയർ കറി ആണെങ്കിൽ ഉണ്ടല്ലോ, മക്കൾക്കൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ചെറുപയറാണ് കറി എന്ന് പറഞ്ഞാൽ ഓല് നമുക്ക് തിരിഞ്ഞു നോക്കൂല, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടടാ, ഒന്ന് നോക്കി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓൽക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും നല്ല രസമാണ് കേട്ടോ. ഇത് ചൂടാറിയാൽ ഇതിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് അതൊന്ന് കുറുകി വരും. പിന്നെ നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ അത് ഇട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയും ഒഴിച്ചെടുത്താൽ മതി. എന്നാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്ത തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.